ವೆಲ್ಕಮ್ ಟು ಬ್ಯಾರಿ ಬಾಯ್ಸ್ ಚಾನಲ್. ಇಂದು ಅಕೌಂಟಿಂಗ್ ಸೆಷನ್ಡೆ 7ാമത്തെ ಕ್ಲಾಸ್. ഈ മുന്നത്തെ ക്ലാസ്സിൽ ഞങ്ങൾ അക്കൗണ്ടറെ ಬಗ್ಗೆ ട്രാൻസാക്ഷൻ്റെ ಬಗ್ಗೆ അതേപോലെ ട്രാൻസാക്ഷൻ്റെ ക്ലാസിഫിക്കേഷൻ പിന്നെ ഡബിൾ എൻട്രി സിംഗിൾ എൻട്രി സിസ്റ്റಮ್ರ ಬಗ್ಗೆ ಎಲ್ಲ പഠിച്ചನಂಗ. ಇಂದು ಅದರ ನೆಕ್ಸ್ಟ್ ಸ್ಟೆಪ್ ಆಯ್ತಿಕ್ರೆ ಅಕೌಂಟಿಂಗ್ ಪ್ರಿನ್ಸಿಪಲ್ ಆ್ಯಂಡ್ ಕಾನ್ಸೆಪ್ಟ್ ಇದರ ಬಗ್ಗೆ ನಂಗೆ ഒരു ബ്രീഫായിട്ട് ചർച്ചയാക്കാം. അക്കൗണ്ടിങ് പ്രിൻസിപ്പൽ ആൻഡ് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ഇജണ്ട് വെരി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആയിട്ടേക്ക്. ഇപ്പോൾ അക്കൗണ്ടിങ് കോൺസെപ്റ്റ് சொன்னீங்க ಅದು ஒரு ಹೂಯೆ ಅಸಂಪ್ಷನ್ ഒരു ಬಿಯಾರ ಅದರ ಮೇಲೆ ಅಕೌಂಟಿಂಗ್ ಫೌಂಡೇಶನ್ ಲೇಔಡು എങ്ങനെ சொன்னீங்க ഒരു ട്രാൻസാക്ഷൻ്റെ റെക്കോർഡ് ആക്കുമ്പോൾ ഞങ്ങൾ എന്ത് ബിയാരിക്കുന്നു ചൊല്ലിയത് ഈ ಕಾನ್ಸೆಪ್ಟ್ ಇಂಡಿಕೇಟ್ ಆಕ್ರಿ. ಫಾರ್ ಎಕ್ಸಾಂಪಲ್ ಚೊಲ್ಲಿಂಗೆ ഒരു ബിസിനസ്സിൻ്റെ ಬಗ್ಗೆ ഞങ്ങൾ ബിയാരിക്കുന്നു ഈ ബിസിനസ് കണ്ടിന്യൂ പോണ്ടു നാളെ തീരുന്നുണ്ടല്ല അതിലൊരു കണ്ടിന്യൂറ്റി ഉണ്ട് ചൊന്നിട്ടു ഇത് ഞങ്ങൾ ബിയാരിക്കുന്നു. ಅದಕ್ಕೆ എനിക്ക് ബിസിനസ്സിൽ ಅಕೌಂಟಿಂಗ್ ഞങ്ങൾ ಮಾನಿಟರಿ ಮೆಜರ್ಲಿ ಮೆಜರ್ ಹಾಕೊಂಡು ಚೊಲ್றது ಈ ಕಾನ್ಸೆಪ್ಟ್ಗೆ ഞങ്ങൾ പഠിപ്പാട്ടെ. അക്കൗണ്ടിങ് പ്രിൻസിപ്പൽ ചൊന്നിങ് അത് ഞങ്ങൾ ചൊന്നുണ്ട് എങ്ങനെ റെക്കോർഡ് ആക്കണു, എങ്ങനെ ക്ലാസിഫൈ ആക്കണു, എങ്ങനെ റിപ്പോർട്ട് ആക്കണു ചൊല്ലിട്ട് ഞങ്ങൾക്ക് അതൊരു ഫോർമുല അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് ആയിട്ട് ഞങ്ങൾ കൺസിഡർ ആക്കാം. അക്കൗണ്ടിങ് പ്രിൻസിപ്പൽ അതൊരു ഗൈഡ് ആയിട്ടിരിക്കും. അത് ചൊല്ലു എങ്ങനെ ഞങ്ങൾ റെക്കോർഡ് ആക്കണുണ്ട്. ಕಾನ್ಸೆಪ್ಟು ನನಗೆ ಚೊಲ್ಲು ಎಪ್ಪ ಏದು ರೆಕಾರ್ಡ್ ಹಾಕೊಂಡು ಚೊಂದಿಟ್ಟು ನಂಗೆ ಇನ್ನೂ ಬ್ರೀಫಾയിട്ട് ಅಕೌಂಟಿಂಗ್ ಕಾನ್ಸೆಪ್ಟುം ಪ್ರಿನ್ಸಿಪಲ್ ರೇ ಚೊಲ್றேங்க. ಅಕೌಂಟಿಂಗ್ ಕಾನ್ಸೆಪ್ಟ್ ವೈ, ಅಕೌಂಟಿಂಗ್ ಪ್ರಿನ್ಸಿಪಲ್ ಹೌ ಇದರ ಬೇಸಲ್ಲಿ നടക്കുന്നത്. എങ്ങനെ சொன்னீங்க ಕಾನ್ಸೆಪ್ಟ್ ಎಕ್ಸ್ಪ್ಲೇನ್ ಹಾಕ್ರಿ ಎಂದ್ರೆ ನಂಗೆ ಬಿಯಾರಿಕೊಂಡು ಅಕೌಂಟಿಂಗ್ ರೆಕಾರ್ಡ್ ಹಾಕೊಂಬುಂಟು ಆಯಂಗೆ ಪ್ರಿನ್ಸಿಪಲ್ ಚೊಲ್ರು ರೆಕಾರ್ಡ್ ಹಾಕೊಂಡು ಚೊಂತಂಡು. ಅಕೌಂಟ್ಲು കുറേ ടൈപ്പ് കോൺസെപ്റ്റും ഉണ്ട്. അതിൽ മേജർ ഞങ്ങളുടെ ലിസ്റ്റ് അയക്കാം. അതിൽ കൊറിയയുടെ വിഷയത്തിൽ ഞങ്ങൾ ഇന്ന് ഡിസ്കസ് ആക്കാം. കൊറിയ ഞങ്ങൾ ഇൻഷാല്ല നെക്സ്റ്റ് ക്ലാസ്സിൽ ഞങ്ങൾ ഡിസ്കസ് ആക്കാം. മേജറായിട്ട് ബിസിനസ് എൻറ്റിറ്റി, ഗോയിങ് കൺസേൺ, മണി മെഷർമെൻറ്റ്, കോസ്റ്റ്, ഡുവൽ ആസ്പെക്റ്റ്, പീരിയോഡിസിറ്റി, അക്യുറൽ, മാച്ചിങ് ഇങ്ങനത്തെ ഇതിൽ ഞങ്ങൾ ഉണ്ട്. ഇതിൽ ഞങ്ങൾ കൊറിയണ്ട് ഡിസ്കസ് ആക്കാം. അതിൽ ഫസ്റ്റ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ചൊന്നെങ്കിൽ ഒരാളിലെ ബിസിനസ് ഉണ്ടായെങ്കിൽ അക്കൗണ്ടിങ്ങിൽ അയാൾ ബേരമേ അയാളുടെ ബിസിനസ് ബേരമേ. അയാൾ 10 लाख ഇട്ടിട്ട് ബിസിനസ് ആക്കുന്നുണ്ടായെങ്കിൽ ബിസിനസ്സിക്ക് ആ പൈസ ഒരു കട ഒരു ലയബിലിറ്റി അയാൾക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അത് ബിസിനസ് അയാളതായിട്ടിന്നെങ്കും അക്കൗണ്ടിങ് ഞങ്ങൾ കോൺസെപ്റ്റ് വരുമ്പോഴത്തേക്കും അയാൾ ബേരമേ അയാളുടെ ബിസിനസ് ബേരമേ. അയാൾ ഇൻവെസ്റ്റ് ആക്കിയിട്ടിന്നെങ്കിൽ അത് ക്യാപിറ്റൽ ആയിട്ടിക്കറ്, അത് കമ്പനി റിട്ടേൺ അയാൾക്ക് പേ ആക്കൊണ്ടു അത് ലയബിലിറ്റി ആയിട്ടിക്കറ്. ഇൻ ബിറ്റ്വീൻ അയാൾ എന്തെങ്കിലും എടുത്തെങ്കിൽ അത് ക്യാപിറ്റലിലെ കുറയിട്. ഫോർ എക്സാമ്പിൾ ഒരു ബിസിനസ് മാന് ഒരു 10 लाख ഇട്ടിട്ട് ബിസിനസ് ആക്കിയത് അത് ബിസിനസ് ഒരു ലയബിലിറ്റി അത് അയാളുടെ ക്യാപിറ്റൽ ആയിട്ടിക്കറ്. നാളെ അയാൾ അതേ ബിസിനസ്സിൽ 1 लाख എടുത്തിട്ട് മോൻ്റെ സ്കൂൾ ഫീസ് ಖರ್ಚಾക്കുന്നുണ്ടായെങ്കിൽ അത് അയാളുടെ ക്യാപിറ്റലിൽ കുറയിട്. അതിലെ ഡ്രോയിങ്ങിൻ്റെ ഫോർമുല അതിലെ ക്യാപിറ്റലിൽ മൈനസ് ആക്കറ്. ആ ಖರ್ಚി ബിസിനസ്സിലെ ಖರ್ಚി ഒന്നല്ല, ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടിക്കറ്. ഇതായിട്ടിക്കറ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. അതേപോലെ നെക്സ്റ്റ് കോൺസെപ്റ്റ് ആയിട്ടിക്കറ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ഞങ്ങൾ ഒരു എൻട്രി ആക്കുമ്പോഴത്തേക്കും அதுக்கு லைஃப் உண்டுன்னு சொன்னிட்டு நாங்கள் பியாரிக்கணும். கான்செப்ட் சொன்னீங்க நாங்கள் ஒரு பியாரிக்கணும்னு சொல்லிட்டு பிஸி ஆட்டிக்கிறேன். ஓட கோயிங் கன்சர்ன் கான்செப்ட் சொன்னீங்க ಈ ಬಿಸ್ನೆಸ್ കുറേ ವರ್ಷ ಅಟ್ಲೀಸ್ಟ್ 12 ತಿಂಗಳು ಪೋಂಡು ಚೊಲ್ಲೆ ಬಿಯಾರ ನಂಗೆ ಬೇನು. ಫಾರ್ ಎಕ್ಸಾಂಪಲ್ ഒരു ഫർണിച്ചർ പർച്ചേസ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിരെ ആ ഫർണിച്ചർക്ക് 10 ವರ್ಷമ 5 ವರ್ಷമ 1 ವರ್ಷമ എത്ര ಅದರ ನೇಚರ್ ಮೇಲೆ ഞങ്ങൾ അതിരെ ലൈഫിനെ കൺസിഡർ ആക്കണം. ഫോർ എക്സാമ്പിൾ നല്ലൊരു കമ്പ്യൂട്ടർ ടേബിൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് 5 ವರ್ಷത്തെ ലൈഫ് ഉണ്ടുണ്ട് ഞങ്ങൾ കൺസിഡർ ആക്കണം.
ಇದರ ಎವಡತೋಲ ನಂಗೆ ಕನ್ಸಿಡರ್ ಹಾಕೊಂಡು ಚೊಂದೆಂಗಿ ಬಿಸ್ನೆಸ್ ವಿಲ್ ಕಂಟಿನ್ಯೂ ಆಪರೇಟಿಂಗ್ ಅನ್ಲೆಸ್ ಕ್ಲಿಯರ್ ಎವಿಡೆನ್ಸ್ ಸಜೆಸ್ಟ್ ಅದರ್ವೈಸ್. ನೆಕ್ಸ್ಟ್ ಮನಿ ಮೆಜರ್ಮೆಂಟ್ ಕಾನ್ಸೆಪ್ಟ್. ഇവിടെ എല്ലാം പൈസ ബേസിൽ പൈസ വാല്യൂലു റെക്കോർഡ് ആക്കുകയുള്ളത്. ഒരു മാനേജർ ഒരു കമ്പനിയിലൊന്നും ഉണ്ടായെങ്കിൽ അയാളുടെ ലീഡർഷിപ്പറെ അല്ലെങ്കിൽ അയാളുടെ ക്വാളിറ്റിയുടെ കൺസിഡർ ആക്കുകയല്ല, അയാൾ കൊടുക്കുന്ന സ്യാലറി അല്ലെങ്കിൽ അയാളിൽ എത്ര പേ ആക്കട് അതിರ ಮೇಲೆ ಟಿಕ್ಕರಿ ಕನ್ಸಿಡರ್ ಆಗೋಗುಲ್ಲೇ, ಬೇರೊಂದು ಕನ್ಸಿಡರೇಷನ್ ಇಲ್ಲ. പിന്നത്തേതായിട്ടിക്കറി കോസ്റ്റ് കോൺസെപ്റ്റ്. ഈ കോസ്റ്റ് കോൺസെപ്റ്റ് ചൊന്നെങ്കിൽ പർച്ചേസ് ആക്കിയ വാല്യൂടെ മേൽ റെക്കോർഡ് ആക്കും. ഫോർ എക്സാമ്പിൾ, ഇന്നത്തെ നാൾ ഒരു കമ്പനി ഒരു 10 എക്കർ ജാഗ എടുക്കുന്നുണ്ടെങ്കിൽ ഇണ്ടതിര വില ഒരു 1 കോടിയെങ്കിൽ 10 ವರ್ಷത്തിൽ പിന്നെ ಅದರ ಬೆಲೆ ಯಾರೈಟಿಕ್ಕು ಆಯಂಗೆ ಬುಕ್ಕುಲ್ ಅದರ ವ್ಯಾಲ್ಯೂ ಚೇಂಜ್ ಆವಿಲ್ಲ. ಈ ಕಾಸ್ಟ್ ಕಾನ್ಸೆಪ್ಟ್ಲು ಖಾಲಿ ಪರ್ಚೇಸ್ ಅಲ್ಲ, ಟೋಟಲ್ ಕಾಸ್ಟ್ರ ಮೇಲೆ. ಅವ್ರು 10 ಎಕರೆ ಜಾಗ എടുക്കರೆಂಗೆ ಜಾಗೆ ಕೊಡ್ತಾ ಪೈಸೆ ಮಾತ್ರ ಅಲ್ಲ, ಐಕೆ ಬೇನೆ ಡ್ಯೂಟೀಸ್, ಟ್ಯಾಕ್ಸ್, ಅದು ಇದೆಲ್ಲ ಕನ್ಸಿಡರ್ ಟೋಟಲ್ ಕಾಸ್ಟ್ರ ಮೇಲೆ ಕನ್ಸಿಡರೇಷನ್ എടുക്കും. ನೆಕ್ಸ್ಟ್ ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് ചൊന്നെങ്കിൽ ഒരു ഇൻസിഡൻറ്റ് ഒരു ട്രാൻസാക്ഷൻ്റെ 2 ಫೇಸ್, ಡೆಬಿಟ್ ಕ್ರೆಡಿಟ್, ಡಬಲ್ ಎಂಟ್ರಿ ಸಿಸ್ಟಮ್ ಉಳ್ಳಂಗಂದರೆ ಪಡ್ಚಿರ ಆ ಆಸ್ಪೆಕ್ಟ್ ಇಟ್ಟಿಕ್ರೆ ಒಡ್ಡ ಕಾನ್ಸೆಪ್ಟ್. ಎಂದ್ರೆ ಬಂತು ಎಂದ್ರೆ ಪೋಯ್ತು, ಖರ್ಚಾಕಿಯಾಕೆ ಎಂದ್ರೆ ಕಿಟಿತು ಎಂದ್ರೆ ಕೊಡ್ತಾ ಚೊಳ್ಳೆ ವಿಷಯത്തിൽ ನಂಗೆ ಕನ್ಸಿಡರ್ ಹಾಕೋಣ. ನೆಕ್ಸ್ಟ್ ಪೀರಿಯಾಡಿಸಿಟಿ ಕಾನ್ಸೆಪ್ಟ್. ഒരു ബിസിനസ് ಆ್ಯಕ್ಟಿವಿಟೀಸ್ ನಂಗೆ ಮೆಜರ್ ಹಾಕ್ರಿ, ಅದರ ಸ್ಟೇಟಸ್ ರೇ ನೋಕ್ರಿ, ಅದರ ಪೊಸಿಷನ್ ರೇ, ಅದರ ಪರ್ಫಾರ್ಮೆನ್ಸ್ ರೇ ನಂಗೆ ಕ್ಯಾಲ್ಕುಲೇಟ್ ಹಾಕ್ರಿ ഒരു ಪರ್ಟಿಕ್ಯುಲರ್ ಪೀರಿಯಡ್ರ ಮೇಲೆ, 1 hour 12 ತಿಂಗಳಿಗೆ. ಫಾರ್ ಎಕ್ಸಾಂಪಲ್, ഒരു ഫർമുടെ ಅಕೌಂಟಿಂಗ್ ಪೀರಿಯಡ್ January to December ആയിട്ടുണ്ടെങ്കിൽ ആ 1 year. ನೆಕ್ಸ್ಟ್ ಇಯರ್ ಜನವರಿಲಿ നടക്കರೆ ಟ್ರಾನ್ಸಾಕ್ಷನ್ಗೆ ನಂಗೆ ಡಿಸೆಂಬರ್ಲ അല്ലെങ്കിൽ ഡിസംബർ ಟ್ರಾನ್ಸಾಕ್ಷನ್ಗೆ ನೆಕ್ಸ್ಟ್ ಇಯರ್ಗೆ ಕನ್ಸಿಡರ್ ಹಾಕೋಗಿಲ್ಲ. ಆ ಪೀರಿಯಡ್ ತೋಲ ಮಾತ್ರ ಆದರೆ ಕನ್ಸಿಡರ್ ಹಾಕೋಣ. ಇಂಡಿಗೆ ನನಗೆ ಇತ್ತರ ಮೈ. ನೆಕ್ಸ್ಟ್ ಕ್ಲಾಸಲ್ಲಿ ಒಳ್ಳೆಯ ಕಾನ್ಸೆಪ್ಟ್ರ ಬಗ್ಗೆ ನಂಗೆ ಡಿಸ್ಕಸ್ ಹಾಕ.